Welcome, my dear students, to the another online class of Plus 2 Economics, Microeconomics, Chapter 2, Theory of Consumer Behavior. In the previous classes, we studied about budget set, budget line, and indifference curve of the consumer. Today, we try to study another important topic in this chapter. In the budget set of a consumer, many bundles are available to him, but he can select or he selects only one bundle among them. What is the feature of such bundle which is selected by him? That bundle of goods provides maximum satisfaction or maximum utility to the consumer. അതായത് ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് സെറ്റിൽ ഒരുപാട് ഉപഭോഗ ബണ്ടിലുകളെ നമുക്ക് കാണാം. നമ്മൾ അത്തരത്തിലാണ് മുന്നേയുള്ള പാഠഭാഗങ്ങളിൽ മനസ്സിലാക്കിയത്. ആ ഉപഭോഗ ബണ്ടിലുകളിൽ എല്ലാം തന്നെ ഉപയോഗിക്കുവാൻ, ഒരേ സമയത്ത് ഉപയോഗിക്കുവാൻ ഉപഭോക്താവിന് കഴിയില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉപഭോഗ ബണ്ടിലിനെയായിരിക്കും അയാൾ സെലക്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക. ആ ബണ്ടിലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ബണ്ടിലായിരിക്കും അയാൾക്ക് ആ രണ്ട് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ പരമാവധി സംതൃപ്തി ലഭ്യമാക്കുന്നത്. അങ്ങനെ പരമാവധി സംതൃപ്തി ലഭ്യമാകുന്ന ആ ബണ്ടിലിനെ തെരഞ്ഞെടുക്കുവാനായിരിക്കും ഒരു ഉപഭോക്താവ് പരിശ്രമിക്കുക. The selection of the bundle which gives maximum satisfaction to the consumer is known as optimal choice of bundle of consumer. അങ്ങനെ പരമാവധി സംതൃപ്തി നേടുന്ന ആ ഉപഭോഗ ബണ്ടിലിനെ തെരഞ്ഞെടുക്കുന്നതാണ് ഒരു ഉപഭോക്താവിന്റെ ഒപ്റ്റിമൽ ചോയ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. When consumer selects the optimal choice of the bundle, we can say that he is in equilibrium. അങ്ങനെ പരമാവധി സംതൃപ്തി നേടുന്ന ഒരു ഉപഭോഗ ബണ്ടിലിനെയാണ് ഒരു ഉപഭോക്താവ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അയാൾ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് പറയാം. So we can say that a consumer is in equilibrium when he gets maximum satisfaction from the selection of bundle of goods. ഒരു ഉപഭോഗ ബണ്ടിൽ തെരഞ്ഞെടുക്കുന്നതിലൂടെ അയാൾക്ക് പരമാവധി സംതൃപ്തി കിട്ടുന്നതെങ്കിൽ അയാൾ സന്തുലിതാവസ്ഥയിലാണെന്ന് പറയാം. ആ ബണ്ടിലിനെ തെരഞ്ഞെടുക്കുന്നതിനെ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ബണ്ടിൽ എന്ന് നമുക്ക് വിളിക്കുകയും ചെയ്യാം. ടുഡേ our topic is consumers equilibrium or optimal choice of the bundle. ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ബണ്ടിൽ നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. Then what is equilibrium? Equilibrium, the word equilibrium originated from a Greek word equilibria, which means state of balance or state of rest. വിശ്രമാവസ്ഥ അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്നർത്ഥം വരുന്ന എക്വിലിബ്രിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്വിലിബ്രിയം എന്ന പദം രൂപപ്പെട്ടത്. When a consumer is in equilibrium, എപ്പോഴാണ് ഒരു ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്? നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. A consumer is in equilibrium when he gets maximum satisfaction from the consumption of bundle of goods. സാധനങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ബണ്ടിലുകൾ ഉപയോഗിക്കുന്നതിലൂടെ എപ്പോഴാണോ ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി കിട്ടുന്നത്, ആ അവസ്ഥയ്ക്കാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് പരമാവധി സംതൃപ്തിയിൽ എത്തുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, മുന്നേയുള്ള ക്ലാസ്സിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അതായത് നന്നായിട്ട് വിശക്കുന്ന നമുക്ക് നമ്മുടെ അമ്മ നമ്മുടെ മുന്നിലേക്ക് ബിരിയാണി തന്നപ്പോഴുള്ള അവസ്ഥ. നമ്മൾ എപ്പോഴായിരിക്കും ഒരു വിശ്രമാവസ്ഥയിൽ എത്തുന്നത്? ബിരിയാണി കഴിക്കുമ്പോൾ. സ്വാഭാവികമായും നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആഗ്രഹത്തെ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തി എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന്റെ ഉപഭോഗം നിർത്തുന്നത്. അങ്ങനെ പരമാവധി ബിരിയാണി കഴിച്ച് സംതൃപ്തി എപ്പോഴാണോ കിട്ടുന്നത്, ആ അവസ്ഥക്കാണ് ആ ഉപഭോക്താവിന്റെ വിശ്രമാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വസ്തുക്കൾ ഉപയോഗിച്ച് when a consumer gets maximum satisfaction, maximum utility, then he is in equilibrium. Here we use two important tools to study consumers equilibrium using a suitable graph. ഒരു നല്ലൊരു ഗ്രാഫ് വരച്ചുകൊണ്ട്, അനുയോജ്യമായ ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മൾ പഠിച്ച രണ്ട് ടൂളുകൾ ഇവിടെ ആവശ്യമായി വരികയാണ്. വൺ ഈസ് ബജറ്റ് ലൈൻ ഓഫ് ദ കൺസ്യൂമർ ആൻഡ് അനദർ വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് ഓഫ് ദ കൺസ്യൂമർ. ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ എന്നുള്ള ആശയവും ഉപഭോക്താവിന്റെ ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്നുള്ള ആശയവും ഉപയോഗിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് പരമാവധി സംതൃപ്തിയിൽ എത്തിച്ചേരുന്നെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിനാണ് എക്കണോമിക്സിന്റെ തിയറിയിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നൊക്കെ വിളിക്കുന്നത്. നിസ്സംഗതാ വക്രം ഉപയോഗിച്ചുകൊണ്ടുള്ള അപഗ്രഥനം എന്നുള്ള തരത്തിൽ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ മനസ്സിലാക്കുവാനാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത്. We know the budget line of a consumer is the line representing or the graph representing all bundles which are available to the consumer for which the cost exactly equal to his income. വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് ഒരു ഉപഭോക്താവിന് വാങ്ങിക്കാവുന്ന ബണ്ടിലുകളെ ചേർത്ത് വരക്കുന്ന ഗ്രാഫിനെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ബജറ്റ് രേഖ എന്ന് പരിചയപ്പെട്ടത്. Then what is indifference curve? Indifference curve is the graph representing the consumer's indifferent bundles, or all bundles on an indifference curve provide equal satisfaction to him. ഒരു ഉപഭോക്താവിന് തുല്യമായ സംതൃപ്തികൾ നൽകുന്ന ഉപഭോഗ ബണ്ടിലുകളെ അളവുകൾ ചേർത്ത് വരക്കുന്ന ഗ്രാഫാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഉപഭോക്താവ് നിസ്സംഗതനാവുന്ന ബണ്ടിലുകളുടെ അളവുകളെ ചേർത്ത് വരക്കുന്ന ഗ്രാഫ്. അത് കോൺവെക്സ് ഒറിജിൻ ആണെന്നും അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് we want to study consumer's equilibrium or optimal choice of the bundle of the consumer. First of all, we draw a budget line. On y-axis we measure good X or good A, and on y-axis we measure good Y or good B. And here the budget line is drawn. And here also we can set down three indifference curves available to him. Many indifference curve can be drawn. അല്ലെ, ഒരുപാട് നിസ്സംഗതാ വക്രങ്ങളെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഇവിടെ പ്രധാനമായും അയാളുടെ ഒരു കൺസ്യൂമറിന്റെ ഇൻഡിഫറൻസ് മാപ്പിൽ 3 ഇൻഡിഫറൻസ് കർവ് വരച്ചത് കാണുന്നില്ലേ? ഇതിൽ ഏത് ഇൻഡിഫറൻസ് കർവിന്റെ മുകളിലുള്ള ബണ്ടിലുകൾ തെരഞ്ഞെടുക്കുവാനായിരിക്കും അയാൾക്ക് ആഗ്രഹം? ഏറ്റവും ടോപ്പിലുള്ളത്. വൈ? Because the bundles on the top indifference curve provide highest satisfaction to him. അയാൾക്ക് ഏറ്റവും ഉയർന്ന സംതൃപ്തി നൽകുക ഏറ്റവും ടോപ്പിലുള്ള നിസ്സംഗതാ വക്രമായിരിക്കും. He is not ready to select the bundles on lowest position indifference curve.
ഏറ്റവും താഴെയുള്ള ആ സ്ഥാനത്തുള്ള ഏറ്റവും താഴെയുള്ള സ്ഥാനത്തുള്ള ഇൻഡിഫറൻസ് കർവിന് മുകളിലുള്ള ബണ്ടിലുകളെ തെരഞ്ഞെടുക്കുവാൻ അയാൾ താല്പര്യം കാണിക്കില്ല. വൈ? ബിക്കോസ് ദ ബണ്ടിൽസ് ഓൺ that indifference curve provides only less satisfaction to him compared to the bundles on other indifference curves. Is it possible to select the bundles on third or the top indifference curve? ആ ഇൻഡിഫറൻസ് ഏറ്റവും മുകളിലുള്ള നിസ്സംഗതാ വക്രത്തിന് മുകളിലുള്ള ബണ്ടിലുകളെ തെരഞ്ഞെടുക്കുവാൻ അയാൾക്ക് സാധിക്കുമോ? നോട്ട് പോസിബിൾ, സാധ്യമല്ല. വൈ? ബിക്കോസ് his income line his budget line is below that indifference curve. പക്ഷേ അയാളുടെ ബജറ്റ് രേഖ ആ നിസ്സംഗതാ വക്രത്തിന് താഴെയാണ്. അപ്പോ നമ്മൾ ഏറ്റവും മുകളിലേക്കുള്ള ഇൻഡിഫറൻസ് കർവിന്റെ നിസ്സംഗതാ വക്രത്തിന്റെ ബണ്ടിലുകളെ തെരഞ്ഞെടുക്കുവാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് കഴിയില്ല. കാരണം അതിന് താഴെയാണ് നമ്മുടെ ബജറ്റ് ലൈൻ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇവിടെ ഈ ചിത്രത്തിൽ AB എന്ന് പറയുന്ന ബജറ്റ് ലൈൻ കിടക്കുന്നത് അതിന് താഴെയാണ്. മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് ഏറ്റവും മുകളിലുള്ള നിസ്സംഗതാ വക്രത്തിന് താഴെയാണ്. പിന്നെ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അവിടെ കാണാം. അത് ഒരു സ്ഥാനത്ത് ബജറ്റ് ലൈനിനെ സ്പർശിച്ചു നീങ്ങുന്നത് കാണാം. അതാണ് that position represents consumer's equilibrium or optimal choice of bundle of the consumer. ചിത്രത്തിലെ ആ ഒരു ബിന്ദുവാണ് ഉപഭോക്താവിന്റെ പരമാവധി സംതൃപ്തിയെ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സിനെ കാണിക്കുന്ന ബിന്ദു. വൈ? എന്തുകൊണ്ടായിരിക്കും? അയാളുടെ ബജറ്റ് ലൈനിന് അനുകൂലമായിരിക്കുന്ന ഒരു ഉപഭോഗ ബണ്ടിലിനെ അയാൾക്ക് തെരഞ്ഞെടുക്കുവാൻ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ബജറ്റ് ലൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്ന ബജറ്റ് ലൈനുമായി, അതായത് അയാളുടെ വരുമാനവും അയാൾ ആ വസ്തുവിന് കൊടുക്കുന്ന വിലകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരമാവധി സംതൃപ്തി നേടിയെടുക്കാൻ ആ ബണ്ടിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഇൻ ദ ഫിഗർ the point where the budget line is tangent to indifference curve represents optimal choice of bundle of the consumer or consumer's equilibrium. ആ ഒരു സ്ഥാനത്തെയാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏത് സ്ഥാനം? അദ്ദേഹത്തിന്റെ ബജറ്റ് രേഖ നിസ്സംഗതാ വക്രവുമായി സ്പർശിച്ചു നീങ്ങുന്ന ബിന്ദുവിലുള്ള ബണ്ടിൽ. അതാണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ബണ്ടിൽ, അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. And we can here point out that three important conditions for such an equilibrium or optimal choice of the bundle using this figure. ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താവ് എങ്ങനെ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്ന് ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി 3 നിബന്ധനകളെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. The first one is, ഒന്നാമത്തേത്, the budget line of the consumer should be tangent to indifference curve, or indifference curve should be tangent to budget line. നിസ്സംഗതാ വക്രം ബജറ്റ് രേഖയെ സ്പർശിച്ചു നീങ്ങണം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. അങ്ങനെ രണ്ട് കാര്യങ്ങളും സ്പർശിച്ചു നീങ്ങുന്നിടത്തില് രണ്ടിന്റെയും സ്ലോപ്പ്, ചെരിവെന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ. നിസ്സംഗതാ വക്രത്തിന്റെ ചെരിവും ബജറ്റ് രേഖയുടെ ചെരിവും പരസ്പരം തുല്യമായിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ. And third condition is, we know marginal rate of substitution, MRS, that is the slope of indifference curve. അത് നിസ്സംഗതാ വക്രത്തിന്റെ ചെരിവാണെന്ന് നമുക്കറിയാം, MRS എന്ന് പറയുന്നത്. ആ MRS should be equal to budget line slope. What is the formula of budget line slope? Minus P1 by P2. So MRS equal to minus P1 by P2. These are the three essential conditions needed for consumer's equilibrium or optimal choice of the consumer. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചിത്രസഹിതം നമ്മൾ കാര്യം വിശദീകരിക്കുമ്പോൾ ആവശ്യമായ 3 നിബന്ധനകളാണിവ. ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് ടു ബജറ്റ് ലൈൻ. നിസ്സംഗതാ വക്രം ബജറ്റ് രേഖയുമായി സ്പർശിച്ചു നീങ്ങണം. സെക്കൻഡ് വൺ,
Slope of indifference curve should be equal to slope of budget line. നിസ്സംഗതാ വക്രത്തിന്റെ ചരിവും ബജറ്റ് രേഖയുടെ ചരിവും തുല്യമായിരിക്കണം. And third one is MRS is equal to minus P1 by P2. MRS minus P1 by P2 യോട് തുല്യമായിരിക്കണം. ഇങ്ങനെയാണ് ഒരു കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയത്തെ നമ്മൾ ചിത്രസഹിതത്തിലൂടെ വിശദമാക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുക, ഈ ചിത്രസഹിതമുള്ള വിശദീകരണം തന്നെയായിരിക്കും. അപ്പൊ ചിത്രം വരക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, then last one is അതിന്റെ കണ്ടീഷൻസും നമ്മൾ സൂചിപ്പിക്കുക. And this is the end of this topic, consumers equilibrium today, and we can meet again.